ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സ്ക്വയർ റൂട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് ബ്ലർ ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. അത് എന്താണെന്ന് അറിയില്ല, ക്ലിയർ ആവുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ബ്ലർ ഉണ്ട്. അപ്പോൾ സ്ക്വയർ റൂട്ട് എന്താണെന്ന് നോക്കാം. അപ്പോൾ സ്ക്വയർ റൂട്ട് എന്താണെന്ന് പറഞ്ഞാൽ സ്ക്വയർ എന്താണെന്ന് നമുക്കറിയാലോ. അതായത് 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16, അങ്ങനെ സ്ക്വയറിൻ്റെ വാല്യൂ ഒക്കെ നമുക്കറിയാം. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ വാല്യൂ നേരെ ഓപ്പോസിറ്റ് വരുന്ന എന്താണോ അതാണ് സ്ക്വയർ റൂട്ട്. ഫോർ എക്സാമ്പിൾ, സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈ അപ്പോൾ സ്ക്വയർ റൂട്ടിൻ്റെ ചിഹ്നം എങ്ങനെയാണുള്ളത്, അത് എന്ന് പറഞ്ഞാൽ 2ൻ്റെ സ്ക്വയർ റൂട്ടാണെന്നുള്ളതാണ് അതിൻ്റെ വാല്യൂ. ഈ സ്ക്വയർ റൂട്ടിൻ്റെ 1 പറഞ്ഞാൽ 1 ആണ്. 2ൻ്റെ വാല്യൂ ആർക്കെങ്കിലും അറിയാം? സ്ക്വയർ റൂട്ട് 2 4 ആണോ? അല്ല, സ്ക്വയർ റൂട്ട് 2ൻ്റെ വാല്യൂ 4 അല്ല. അത് നമ്മൾ നോക്കേണ്ടത് 4ൻ്റെ റൂട്ടാണ് 2. ഇനി നമുക്ക് 9ൻ്റെ എല്ലാവർക്കും അറിയാം. സ്ക്വയർ ഓഫ് 3 എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 9 എന്ന് പറയുന്നതാണ് 3. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായി നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വാല്യൂസ് നോക്കാം. അതായത് 1 മുതൽ 9 വരെയുള്ള സ്ക്വയറിൻ്റെ വാല്യൂസ് ഒന്ന് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ, അതായത് 144 എന്ന് പറഞ്ഞൊരു സംഖ്യേൻ്റെ സ്ക്വയർ റൂട്ട് ഏതാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെയ്യുന്നത് ഒരു ഇക്വേഷൻ ചെയ്യാം. നമ്മൾ ഇക്വേഷന് മൈനസ് ഒരു സൈഡിൽ വരുമ്പോൾ മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോകുന്നേരം പ്ലസ് ആവുന്നൊക്കെ പറയില്ല. അതിന് പകരം ഇവിടെ രണ്ട് ഭാഗത്തും റൂട്ട് ചെയ്യുക. അപ്പോൾ റൂട്ടും സ്ക്വയറും ഒരുപോലെയാണ്, അതായത് വെട്ടിപ്പോവും. ഒന്നിന് ഓപ്പോസിറ്റാണ്, ഒരേപോലെയുള്ള ഓപ്പോസിറ്റ് സാധനമാണ് റൂട്ടും സ്ക്വയറും. അപ്പോൾ 12ൻ്റെ റൂട്ട് സ്ക്വയറും വെട്ടി. അപ്പോൾ റൂട്ട് 144 എന്ന് പറഞ്ഞാൽ 12 ആണ് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബേസിക്സ് പറഞ്ഞതേ ഉള്ളൂ. അതായത് എന്താണ് സ്ക്വയർ റൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞതെന്നുള്ളൂ. ഇനി അടുത്തതായി ചെയ്യാൻ പോകുന്നത് 1 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ എഴുതുക. അതെന്തിനാണ് എഴുതുന്നത് വെച്ചാൽ യൂണിറ്റ് ഡിജിറ്റിൻ്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ 5ൻ്റെ സ്ക്വയർ 25, 6ൻ്റെ സ്ക്വയർ 36, 7ൻ്റെ സ്ക്വയർ 49, 8ൻ്റെ സ്ക്വയർ 64, 9ൻ്റെ സ്ക്വയർ 81, 10ൻ്റെ സ്ക്വയർ 10ൻ്റെ സ്ക്വയർ ആവശ്യമില്ല, കാരണം നമ്മൾ യൂണിറ്റ് ഡിജിറ്റാണ് നോക്കുന്നത്. അപ്പോൾ 1 മുതൽ 9 വരെയാണ് യൂണിറ്റ് ഡിജിറ്റായിട്ട് വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ യൂണിറ്റ് ഡിജിറ്റിൻ്റെ വാല്യൂസ് നോക്കുക. അതായത് 1, 4, 9, 6, 5, 6, 9, 4, 1. ഇതിലൊരു റിപ്പീറ്റേഷൻ നമുക്ക് കാണാൻ പറ്റും. അതായത് 1 2 പ്രാവശ്യം വരുന്നുണ്ട്. 1 വരുന്ന 81ൻ്റെ 1ആണ്. അതിൽ വരുന്ന 1 എന്ന് പറയുന്നത് 9ൻ്റെ സ്ക്വയർ ആയിട്ട് വരുമ്പോഴാണ് ഈ 1 അവസാനം വരുന്നത്. അതുപോലെ 1ൻ്റെ സ്ക്വയർ ആയിട്ട് വരുമ്പോൾ 1 വരും. അപ്പോൾ റൂട്ട് നോക്കുമ്പോൾ ഈ സംഖ്യേൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 1 ആണെങ്കിൽ അതിൻ്റെ റൂട്ട് വരുന്ന നേരം 9ഉം 1ഉം യൂണിറ്റ് ഡിജിറ്റായി വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ ഇപ്പോൾ കാണുകയാണ് യൂണിറ്റ് ഡിജിറ്റ് 1 ആണെങ്കിൽ ഓപ്ഷനിൽ യൂണിറ്റ് ഡിജിറ്റ് 9 ഉള്ള ഒരു സംഖ്യ മാത്രമേ ഉള്ളെങ്കിൽ അത് തന്നെയാണ് ആൻസർ. ഇനി 9 1 ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ഇക്വേഷൻ ചെയ്ത് നോക്കേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത 4 നോക്കാം. 2ൻ്റെ സ്ക്വയർ 4ആണ്, 8ൻ്റെ സ്ക്വയർ 64ആണ്. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് വെച്ച് നോക്കുമ്പോൾ 4 വരുമ്പോൾ ആൻസറായിട്ട് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 8ഉം 2ഉം യൂണിറ്റ് ഡിജിറ്റ് വരാം. അതുപോലെ 9ൻ്റെ 3ഉം 7ഉം വരും. 3ൻ്റെ സ്ക്വയർ 9 ആണ്, 7ൻ്റെ സ്ക്വയർ 49 ആണ്. അതുപോലെ തന്നെ 16ഉം 36ഉം 36 വരുമ്പം 6 ആണ് വരിക. അപ്പോൾ 6ഉം വരും 4ഉം വരും, 4ഉം വരും 6ഉം വരും. അപ്പോൾ ഒരുവിധം എല്ലാ സംഖ്യയായി. ഇനി 5 മാത്രമേ ഉള്ളൂ. അപ്പോൾ 5ൻ്റെ സ്ക്വയർ റൂട്ട് ചെയ്യാണ് 5 മാത്രമേ വരുള്ളൂ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 5ൻ്റെ സ്ക്വയർ റൂട്ട് 5 മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ഓപ്ഷനിൽ വരികയാണ്. അപ്പോൾ 75ൻ്റെ സ്ക്വയർ റൂട്ട് ഏതാണ്? അല്ല, 75 1225ൻ്റെ സ്ക്വയർ റൂട്ട് ഏതാണെന്ന് ചോദിച്ചിട്ട് ഓപ്ഷനിൽ വരികയാണെങ്കിൽ, അപ്പോൾ ഓപ്ഷനിൽ ഏതൊക്കെ ഉണ്ടോ അതിൻ്റെ വാല്യൂസ് വെച്ചിട്ട് വേണം ചെയ്യാൻ. അതായത് 35ൻ്റെ സ്ക്വയറാണ് 1225. അപ്പോൾ 35 എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ആൻസർ ചെയ്യാവൂ.
അപ്പോൾ ഇനി 35, 49, 59, 69 ആണെങ്കിൽ ഈ 5 വരുന്നൊരു സംഖ്യ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കാം. ഇനി ഇവിടെ വരുന്നത് എങ്ങനെയാണ് സ്ക്വയർ റൂട്ട് അല്ലാന്ന് മനസ്സിലാക്കേണ്ടത്. 2, 3, 7, 8 ഇതിൽ വരാത്ത സംഖ്യകൾ യൂണിറ്റ് ഡിജിറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കില്ല. അപ്പോൾ അതിന് പോയിൻ്റ് വാല്യൂ അല്ലാതെ സ്ക്വയർ റൂട്ട് വരില്ല. അതായത് പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട് ഉണ്ടാവില്ല. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചോദ്യത്തിലുള്ള യൂണിറ്റ് ഡിജിറ്റാണ്. അപ്പോൾ ആൻസറിലുള്ള യൂണിറ്റ് ഡിജിറ്റ് പറഞ്ഞാൽ 9, 1, 8, 2, 3, 7, 4, 6, 5 അത് അതിന് അനുസരിച്ച് വരുന്നതാണ് ഞാൻ ഇവിടെ കണക്ക് ചെയ്ത്. ഈ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് വെക്കണം, നോട്ടിൽ എഴുതി വെക്കണം. ഞാൻ തിയറി ആണെങ്കിൽ മെയിനായിട്ട് എടുക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വേറൊരു പ്ലേലിസ്റ്റ് പോലെ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ തീരില്ല. അതായത് ഒരേപോലെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ തിയറി പാർട്ട് ആദ്യം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് പോകാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ തിയറി പാർട്ട് നല്ലോണം മനസ്സിലാക്കി ഒരു നോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ 36 സ്ക്വയർ എല്ലാവർക്കും അറിയാം, അതുകൊണ്ടാണ് ഞാൻ എടുക്കാഞ്ഞ്. വേറൊരു സ്ക്വയർ നോക്കാം. ഏതാണുള്ളത്? അപ്പോൾ 65, 61 റൂട്ട് ഓഫ് 65, 61 എത്രയാണെന്ന് നോക്കാം. ഇത് ഒരടിക്ക് ആർക്കും അങ്ങനെ കിട്ടില്ല. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് കണ്ടു പരിചയമുള്ളൊരു ക്വസ്റ്റ്യനാണെന്ന് ആർക്കും തോന്നില്ല. അപ്പോൾ 65, 61 ഉള്ളൊരു സ്ക്വയർ ആണോ അല്ലയോ നോക്കാം. ആദ്യം സ്ക്വയർ ആണോ അല്ലയോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് കണ്ട് സ്ക്വയർ ആണെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 1 ആണ്. 1 വരുന്നതുകൊണ്ട് ഏതൊക്കെയാണ് യൂണിറ്റ് ഡിജിറ്റ് ആൻസറിന് വരിക? 9 വരും, 1 വരും. അപ്പോൾ 1, 9. ഇനി ഈ 2 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് കാരണം ഇങ്ങനെ ചെയ്യാം. ഫസ്റ്റത്തെ 2 എണ്ണം പിന്നുള്ള 2 എണ്ണം. ഇനിയിപ്പോൾ 5 എണ്ണം ആണെങ്കിൽ അടുത്തായിട്ട് പറയാം. അപ്പോൾ ഈ 65 ഏതിൻ്റെ ഇടയിലാണ് വരിക? ഏതൊക്കെ പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ഇടയിലാണ് വരിക നോക്കുക. അപ്പോൾ 65 ഏതിൻ്റെയൊക്കെ സ്ക്വയറിൻ്റെ അടുത്താണ് വരിക? 64 ഉണ്ട്, പിന്നെ 81 ഉള്ളത്. അപ്പോൾ 8, 8, 64, 9, 9, 81. അപ്പോൾ 81 വന്ന് 64 വന്നു. ഇനി ഇതിൻ്റെ ഏതിൻ്റെ അടുത്താണ് 65 ഉള്ളത്? 64ൻ്റെ അടുത്താണ്. ഒറ്റ നോട്ടത്തിന് മനസ്സിലാവും. എങ്കിലും ചില നമ്പേഴ്സ് വരുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവില്ല. അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ 8നോട് 9നോട് ഗുണിച്ചതിന് ശേഷം അത് ഗുണിക്കാം. 8 × 9 പറഞ്ഞാൽ 8, 8, 72. 8, 8, 64, 9, 72. ഓക്കെ. ഇനി അത് 65 ആയിട്ട് കമ്പയർ ചെയ്യാം. ഈ 65 എന്ന് പറയുന്നത് ചെറിയ സംഖ്യയാണ്. അതായത് നമ്മൾ 65 ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 65ൻ്റെ സിറ്റുവേഷനാണ് നമ്മൾ നോക്കേണ്ടത്. 65 ചെറുതായതുകൊണ്ട് ഇതിലുള്ള 1 എടുക്കേണ്ടത്. ഈ കമ്പയർ ചെയ്യുമ്പോൾ 65 വലിയ സംഖ്യ ആയിരുന്നെങ്കിൽ നമ്മൾ 9 എടുക്കുക. അത് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ഈ ആദ്യത്തെ സ്ക്വയർ റൂട്ടാണ് വരിക. അതായത് ഈ 64ൻ്റെ സ്ക്വയർ റൂട്ട് ഏതാണോ അതാണ് വരിക. അപ്പോൾ ആൻസർ ആയിട്ട് എഴുതുമ്പോൾ 8 എന്ന് പറയുന്നത് ഫസ്റ്റ് ലെറ്ററും സെക്കൻഡ് ലെറ്റർ 1. അപ്പോൾ 81ൻ്റെ സ്ക്വയർ ആണ് 65, 61. അപ്പോൾ മനസ്സിലാച്ചാൽ റൂട്ട് ഓഫ് 65, 61 പറഞ്ഞാൽ 81 ആയിരിക്കും. ഇനി ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഇതിപ്പോൾ ക്വസ്റ്റ്യൻ അടുത്തടുത്താണല്ലോ വന്നത്. നമുക്ക് ഗുണിച്ച് നോക്കേണ്ട ആവശ്യമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ പറഞ്ഞാൽ 5 ഒക്കെ ആണ് ഞാൻ എടുക്കുന്നത്. ഈ 5 ഒക്കെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ നോക്കാം. 5 ഒക്കെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഈ 76 എന്നുള്ള 2 എണ്ണം ഒരുമിച്ചെടുക്കുക. ലാസ്റ്റത്തെ 2 എണ്ണം ഒരുമിച്ചെടുക്കുക, പിന്നെയുള്ള 3 എണ്ണം ഒരുമിച്ചെടുക്കുക. ഇവിടെയാണ് നമ്മൾ ഈ സ്ക്വയർ പഠിച്ചതിൻ്റെ ഉപകാരം വരുന്നത്. നമ്മൾ 1 മുതൽ 60 വരെയുള്ള സ്ക്വയർ പഠിച്ചെന്ന് പറയുമ്പോൾ അത് ഏറ്റവും ഉപയോഗിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ ഈ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പോഴാണ്. അപ്പോൾ 6 യൂണിറ്റ് ഡിജിറ്റായി വരുന്ന എപ്പോഴാണ്? 4 വരുമ്പോഴും 6 വരുമ്പോഴും. അപ്പം 4ഉം 6ഉം ഈ ഒരു യൂണിറ്റ് ഡിജിറ്റിൻ്റെ ഒരു ചാർട്ട് ഓർമ്മിച്ച് വെക്കണം. ഇനി 302 ഏതിൻ്റെയൊക്കെ ഇടയിലാണ് വരിക? 289ഉം 324. 289 ഏതിൻ്റെ സ്ക്വയറാണ്? 17ൻ്റെ. അതുപോലെ 324 18ൻ്റെ. അപ്പോൾ 17ൻ്റെയും 18ൻ്റെ ഇടയിലുള്ളതാണ് വരിക. അപ്പോൾ ഈ 17 എന്ന് പറയുന്നത് എന്താ? നമ്മളിപ്പോൾ ഈ 289ൻ്റെ
ആ ഒരു സ്ക്വയർ റൂട്ടായ 17 എന്ന് പറയുന്നത് നമ്മുടെ ആൻസറിൻ്റെ ഫസ്റ്റ് 2 ലെറ്ററാണ്. ഇനി ലാസ്റ്റ് ലെറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ 17നെ അടുത്ത, അതായത് 17 എഴുതുക, 289ൻ്റെ സ്ക്വയർ റൂട്ടായ 17 ആദ്യം എടുക്കുക. അതുപോലെ തന്നെ 324ൻ്റെ സ്ക്വയർ റൂട്ടായ 18 എടുക്കുക. എന്നിട്ട് അത് ഗുണിച്ച് നോക്കുക. ഗുണിച്ച് നോക്കി കിട്ടുന്ന ആൻസർ എപ്പോഴാണോ ശരിയാവുന്നത്, അതായത് നമ്മളുള്ള 302ആയിട്ട് കമ്പയർ ചെയ്യുമ്പം അത് വലുതാണോ ചെറുതാണോ നോക്കുക. അതായത് 302 വലുതാണോ ചെറുതാണോ എന്നാണ് നോക്കേണ്ടത്. അല്ലാതെ നമുക്ക് ഗുണിച്ച് കിട്ടിയ ആൻസർ വലുതാണോ ചെറുതാണോ എന്നല്ല നോക്കേണ്ടത്. അപ്പോൾ 17 ഫസ്റ്റ് ലെറ്റർ, അതായത് ആൻസറിൻ്റെ ഫസ്റ്റത്തെ 2 ലെറ്റർ 17. ഇനി ലാസ്റ്റത്തെ ലെറ്റർ 4 ആണോ 6 ആണോ എന്ന് മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ. അത് നോക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഗുണിച്ച് നോക്കുന്നത്. ഈ ഒരു സ്റ്റെപ്പ് പ്രത്യേകം നോക്കുക. എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്ന സ്റ്റെപ്പാണ്. അതാണ് ഞാൻ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 17 × 18 എത്രയാണ്? 6 ചെയ്ത് 5 വെച്ച് ബാക്കി 136. അതുപോലെ 17 അതുപോലെ തന്നെ എഴുതിയെടുത്ത് 6 7 3 10 ബാക്കി 3 6. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. പക്ഷേ അപ്പോൾ ഈ 306 എന്ന് പറയുന്നത് 302ആയിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ 302ൻ്റെ സിറ്റുവേഷനാണ് നമ്മൾ. അപ്പോൾ 302 ഇവിടെ ചെറുതാണ്. അത് പ്രത്യേകം നോക്കാം. 302 ഇവിടെ ചെറുതാണ്. അപ്പോൾ ചെറുതാവുന്ന നേരം നമ്മൾ 4 എടുക്കേണ്ടത്. വലുതാവുന്ന നേരം മാത്രമാണ് 6 എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെ ചെറുതാണ്. 306 എന്ന് പറയുന്ന സംഖ്യ വരെ ഒരു 301 302 300 ഒക്കെ ആണെങ്കിൽ കിട്ടുന്നെങ്കിൽ നമുക്ക് 6 എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ആൻസർ ഇവിടെ 174ആണ്. അപ്പോൾ 174ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നതാണ് 30 27 6. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി 2-3 പോയിൻറ്റ്സ് നോക്കണം. അപ്പോൾ ഈ സ്ക്വയർ പഠിക്കേണ്ടത് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്, അതായത് മറന്നു പോയത്. പിന്നെ റീസണിങ്ങിലെ ചില ക്വസ്റ്റ്യൻസും ഈ സ്ക്വയറായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പ്രത്യേകം നോക്കുക. ഇനി ഡെസിമൽ വരുമ്പോൾ എങ്ങനെയാണ് സ്ക്വയർ നോക്കുക? ഇത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ ചെയ്ത അതേ മെത്തേഡാണ്. നമുക്ക് ഡെസിമൽ വരുമ്പോൾ എപ്പോഴും നോക്കുക ഒരു ഈവനായിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കും ഡെസിമലിന് ശേഷം ഉണ്ടാവുക. അതായത് 0.96 പറയുമ്പോൾ 2 ഡോട്ടാണ് വരുന്നത്, 2 ഡെസിമൽ. അപ്പോൾ 2 ഡെസിമൽ വരുമ്പോൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ ഈവനായിട്ട് വരാനുള്ള കാരണം ഇതെപ്പോഴും സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് അങ്ങനെ വരുള്ളൂ. അത് എളുപ്പത്തിനല്ല, അങ്ങനെ അതിന് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ചെയ്യാൻ വളരെ ടൈം ടേക്കിംഗ് ആയിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ ഓപ്ഷൻസ് അങ്ങനെ അത്രയും സിമ്പിളായിരിക്കും. എന്തായാലും ഈ ഒരു മെത്തേഡ് വരുമ്പോൾ ഈവനായിട്ടുള്ള ഡെസിമലാണ് വരിക. അപ്പോൾ 0.96 എന്ന് പറയുന്നത് 2 ഡോട്ടാണ്. 2 പറയുമ്പോൾ ഈവനാണ്. അല്ലെങ്കിൽ 4 വരും, അല്ലെങ്കിൽ 6 വരും, 6 ഡോട്ട് വരും. ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതിൽ 40 96നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താണ് വെച്ചത്. അപ്പോൾ 40 96നെ നമുക്ക് സ്ക്വയർ റൂട്ട് കാണാം. അത് 4 6 വരും. പിന്നെ 36 49ൻ്റെ ഇടയിലാണ്. 6 × 7 ആണ്. അപ്പോൾ 42 വരും. 42 40നേക്കാൾ വലുതാണ്. അപ്പോൾ 40 ചെറുതാണ്. ചെറുതാകുമ്പോൾ ഫസ്റ്റ് ലെറ്റർ 6ഉം സെക്കൻഡ് ലെറ്റർ ഇതിൽ ചെറുത് 4ഉം. അപ്പോൾ √64 എന്ന് എഴുതാം. സ്ക്വയർ ഇടാം. അടിയിൽ 10ൻ്റെ സ്ക്വയർ ഇടാം. അപ്പോൾ ഈ സ്ക്വയറും വെട്ടിപ്പോവും. അപ്പോൾ 64/10 ഇതിൻ്റെ ആൻസർ വരിക. ചിലപ്പോൾ ഓപ്ഷൻ ഇങ്ങനെ വരും, അല്ലെങ്കിൽ 6.4 വരും. ഈ 2 ഓപ്ഷനാണ് വരിക. ഇനി വേറെ രീതിയിൽ കോംപ്ലിക്കേറ്റഡായി തരാനുള്ള ചാൻസ് വളരെ കുറവാണ്. മിക്കവാറും 6.4 6.04 അല്ലെങ്കിൽ 0.64 അങ്ങനെയൊക്കെയായും വരിക. ഇനി വേറൊരു ഡെസിമലിൻ്റെ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്ത് നോക്കാം. അല്ല, ഡെസിമലിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ ഇതൊന്ന് നോക്കണം. അതായത് ഇതൊരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. √(x) × √(y). അപ്പോൾ √5 × √3 എത്രയാണ്? അപ്പോൾ √5√3 അങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. √5 × √3 എന്ന് പറഞ്ഞാൽ √15 ആണ്. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ അടുത്തൊരു ടൈപ്പും സ്റ്റാൻഡേർഡ് ആൻസർ കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് നോക്കിയിട്ട് ചെയ്യാം. √25 വെച്ച് ചെയ്താണ്, നമുക്കറിയുന്ന ഒരു വാല്യൂ വെച്ച് ചെയ്താണ്. ആ ഒരു ശരിയാണോ നോക്കാൻ വേണ്ടി. അപ്പോൾ √25 5 × 5 ആണ്. അപ്പോൾ അത് വേണം ഇങ്ങനെ ചെയ്യുക. അതായത്
5 സ്ക്വയർ. അപ്പോൾ 5 സ്ക്വയറും വെട്ടിപ്പോവും. അതെന്താ കാണിച്ചു തരാം. അപ്പോൾ √5ൻ്റെ സ്ക്വയർ, അപ്പോൾ ആ സ്ക്വയറും റൂട്ടും വെട്ടിപ്പോയിട്ട് 5 എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ, അല്ല ആ ഒരു പോയിന്റ് ചെയ്ത പോലെ തന്നെ 5 × 5 എന്ന് ഒരുമിച്ച് എഴുതിയതിനു ശേഷം ആ 25 എന്ന് എഴുതാം. √25 5 ആണെന്ന് നമുക്കറിയാം. ഇത് ഞാൻ ചെയ്തത് 25ൻ്റെ ചെയ്യാനല്ല, ആ ഒരു നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡ്, അതായത് √(x × √(y) എന്നുള്ള √(xy) ആണെന്നുള്ള ആ ഒരു പോയിന്റ് ഇവിടെ തെളിയിച്ചെന്നേ ഉള്ളൂ. ഇനി അടുത്തത് നോക്കേണ്ടത് √(x / √(y). ഇത് കൂടുതലായി കണ്ടുവരുന്ന √(y) എന്നുള്ള വാല്യൂ നമുക്ക് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ ആ ഒരു ആൻസറിലേക്ക് എത്താൻ വേണ്ടി, അതായത് നമുക്ക് തന്ന ഒരു ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. ഇതിനെ ചെയ്യേണ്ടത് ഈ ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും √(y) കൊണ്ട് ഗുണിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അടിയിലുള്ള റൂട്ട് നമുക്ക് വെറും y ആക്കി മാറ്റാം, മുകളിലുള്ള √(xy) ആക്കാം. അടിയിലുള്ള √y ആവും. ആ y² എന്ന് പറഞ്ഞാൽ √y. ആ റൂട്ടും സ്ക്വയറും വെട്ടിപ്പോയിട്ട് y മാത്രമാവും. ഇതൊരു സ്റ്റാൻഡേർഡ് ആൻസറാണ്, ഒന്ന് എഴുതി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. തിയറി പാർട്ട് മാത്രമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് പ്രാക്ടിക്കലായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചെയ്യുന്നവരാണ് അതിൻ്റെ ആൻസർ എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ ഇങ്ങനെയാണ് തരിക, മിക്കവാറും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. അതായത് √(50) എന്ന് പറയുന്നത് 3.88 തന്നതിന് ശേഷം വേറൊരു റൂട്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് വരും. അതെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ √(5/3) ആണ്. √(15) അല്ല, √(5) ആണ്, സോറി. √(5) ആണ്. അപ്പോൾ √(5/3) എത്രയാണ് ആൻസർ എന്നാണ് ചോദിച്ചത്. എങ്ങനെ വരുമ്പോൾ നമ്മൾ താഴത്തുള്ള വാല്യൂവിനും മുകളിലുള്ള വാല്യൂവിനും √3 കൊണ്ട് ഇൻഡ് ചെയ്യുക. അതായത് √3 അടിയിൽ വരുന്നുണ്ട്, അത് കറക്റ്റായിട്ട് നമുക്കൊരു സ്ക്വയർ റൂട്ട് കിട്ടാത്തത് കൊണ്ട് നമ്മൾ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ മുകളിൽ √5 × √3, അടിയിൽ √3 സ്ക്വയർ വരും. അപ്പോൾ √5 × √3 ആണ് √15/3. അങ്ങനെ √15ൻ്റെ വാല്യൂ 3.88 ആണ്. ഇനി അടിയിലുള്ള വാല്യൂ 3. ഇത് മുകളിലും താഴത്തും വേണേൽ 100 കൊണ്ട് ഇൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 388/300 എന്ന് കിട്ടും. ഇനി ഇതല്ല ആൻസർ, പോയിൻ്റ് ആൻസർ ആണെങ്കിൽ നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. കാര്യം ഇത്രയേ ഉള്ളൂ. ആ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയും ചെയ്യാം എന്നുള്ള രീതിയാണ് നോക്കേണ്ടത്. അവിടെ നമ്മൾ √50 എന്നുള്ള വാല്യൂ എത്തിച്ചാണ്. കാരണം അങ്ങനെ ഒരു വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു √50 എന്നുള്ള വാല്യൂ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നതാണ്. ഇനി √37, ഇതൊരു അഭാജ്യം, അതായത് അഭാജ്യമല്ല, ഇതൊരു എന്താ പറയുക, ഒരു സ്ക്വയർ റൂട്ട് ഇല്ലാത്തൊരു വാല്യൂ ആണ്. പ്രൈം നമ്പറും ആണ്. ഇങ്ങനെയുള്ള വാല്യൂ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. പ്രൈം നമ്പർ മാത്രമല്ല കേട്ടോ, ഒരുവിധം പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത ഒരുവിധം എല്ലാവരും ആൻസറും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിനുള്ളൊരു സ്റ്റാൻഡേർഡ് ആൻസറാണിത്. സ്റ്റാൻഡേർഡ് ഫോർമുലയാണ്. അതായത് √(x + √(y) = √(x + y/√x). അപ്പോൾ ഈ √(x - y) ആണെങ്കിൽ √(x y/2√x, മൈനസ് ആണ് അവിടെ വരിക. പ്ലസ് ആണെങ്കിൽ പ്ലസ്, മൈനസ് ആണെങ്കിൽ മൈനസ്. ഇവിടെ ഇപ്പം 36 + 1 വരാൻ കാരണം ഞാൻ 36 എടുത്തത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ, അതിൻ്റെ അടുത്തുള്ള പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ √(x)ൻ്റെ വില എന്നുള്ളത് √36 എന്ന് എഴുതാം. അതുപോലെ y എന്നുള്ളത് 1 ആണ്. അതുപോലെ 2√x √36. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് പ്ലസ് തന്നെ എഴുതി. ഇനി മൈനസ് ആയിരുന്നെങ്കിൽ മൈനസ് എഴുതാവുന്നതാണ്. അപ്പോൾ ഈ 6 എന്നാണ് 36ൻ്റെ വാല്യൂ, 6 + 6. അപ്പോൾ 6 + 1/12 വരും. ഇതിനെ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വിപുലമായിട്ട് എഴുതാം, അതായത് ഇംപ്രോപ്പർ ഫ്രാക്ഷനായിട്ട് മാറ്റാം. എന്താണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്കായിട്ട് മാറ്റുന്നതിന് വേണ്ടി ഈ 12നെ 6 കൊണ്ട് ഇൻഡ് ചെയ്താൽ 72 കിട്ടും. അതിനോട് 1 കൂട്ടിക്കഴിഞ്ഞാൽ 73/12. അപ്പോൾ ഓപ്ഷനിൽ അങ്ങനെയും വരാം, അല്ലെങ്കിൽ 6 + 1/12 എന്നും വരാം. ഇനി ഈ ഒരു 2 വാല്യൂ അല്ല എങ്കിൽ ഇതിനെ ഡിവൈഡ് ചെയ്താൽ
ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡെസിമൽ വാല്യൂ കിട്ടും. അതായിരിക്കും ആൻസറിൽ വരിക. ഇനി അടുത്തായിട്ട് നോക്കേണ്ടത് 2-3 ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വേറൊരു ടോപ്പിക്കായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴേ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ കുറഞ്ഞ സമയം കൊണ്ട്. തിയറി പാർട്ട് എടുക്കുമ്പോൾ അതിൻ്റേതായ ടൈം എടുക്കും എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 1/a മൈനസ് റൂട്ട് ബി 1/√a മൈനസ് റൂട്ട് ബി ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത വാല്യൂ പോലെ ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് ഫോർമുല എടുക്കുന്നുണ്ട്. അതായത് a² മൈനസ് b² എന്ന് പറഞ്ഞാൽ a+b ഇൻറ്റു a മൈനസ് ബി. ഈ a+b ഇൻറ്റു a മൈനസ് ബി എന്നുള്ള ആ ഒരു വാല്യൂവിന് പകരം ഇവിടെ √a മൈനസ് ബി ഇൻറ്റു √a+b എന്നാവുന്നേ ഉള്ളൂ. അപ്പോൾ √a മൈനസ് ബി പ്ലസ് ഇൻറ്റു √a+b ആവാൻ വേണ്ടി നമ്മൾ മുകളിലും താഴത്ത് √a+b കൊണ്ട് ഇൻറ്റു ചെയ്താണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അടിയിലൊരു സ്റ്റാൻഡേർഡ് വാല്യൂ വരും. അതായത് √a+b എന്ന് മുകളിൽ ഡിനോമിനേറ്ററായിട്ട് വരുമ്പോൾ മുകളിൽ ന്യൂമറേറ്ററായിട്ട് വരുമ്പോൾ ഡിനോമിനേറ്ററായിട്ട് വരുന്നത് a മൈനസ് ബി എന്നാണ് വരിക. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ ചില ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ അതൊരു സ്റ്റാൻഡേർഡ് വാല്യൂ പോലെ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ഒരു ഫോർമുല പോലെ എഴുതി വെക്കാവുന്നതാണ്. കാര്യം എങ്ങനെ വന്നതെന്നുള്ളൊരു കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇതിൽ കറക്റ്റായിട്ടുള്ള ആൻസർ മാത്രമേ ചെയ്യുന്നു. അതായത് എങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കൂടി നോക്കാവുന്നതാണ്. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ ഒരു കാര്യങ്ങളും ഇതിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിൽ √80 മൈനസ് √112 ഡിവൈഡ് ബൈ √45 മൈനസ് √63 എന്നാണ് വരുന്നത്. ഇവിടെ √80ഉം √112ഉം √45ഉം √63 വരുമ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. ഒന്ന് പോസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുകയാണ് ചെയ്യുക. ഇനി അതിന് ശേഷം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളൊന്ന് പ്ലേ ചെയ്യുക. അല്ലെങ്കിൽ ചെയ്തിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ശരിയാണോ എന്ന് കൂടി നോക്കാൻ വേണ്ടി ചെയ്യുക. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ഈ √80ഉം √112 അടുത്തുള്ള ഒരു സ്ക്വയർ വെച്ചിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആക്കുക. കാരണം ഇവിടെ ഒരു അഭാജ്യമായിട്ടുള്ള ആൻസർ വരുന്നുണ്ട്. അഭാജ്യമല്ല, നമുക്കെന്താ ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത വാല്യൂ ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന നേരം ഈ 16 × 5ഉം 16 × 7 എന്ന് പറയുന്നത് 80ഉം 112ഉം ആണ്. അതുപോലെ തന്നെ 45 പറഞ്ഞാൽ 9 × 5 ആണ്. 63 പറഞ്ഞാൽ 9 × 7 ആണ്. അപ്പോൾ ഈ 9 എടുക്കാൻ കാരണം അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതുപോലെ തന്നെ 16 എടുക്കാൻ കാരണം അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇനി അതിനുള്ള ആൻസർ ഓപ്ഷനിൽ വരുന്നത് 4/3, 3/3, 2/3, 4/8 അങ്ങനെയുള്ള 2-3 ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ റൂട്ട് ഒഴിവാക്കാൻ കാരണം. അപ്പോൾ റൂട്ട് ഒഴിവാക്കുകയാണെങ്കിൽ ഇവിടെ √5 മൈനസ് √7 എന്നുള്ള രണ്ടും കോമൺ ആയിട്ട് വരും. അപ്പോൾ √16 പുറത്തെടുത്ത് കഴിഞ്ഞാൽ √5 മൈനസ് √7 എന്നുള്ള ബ്രാക്കറ്റിനുള്ളിലായിട്ട് വരും. അതുപോലെ തന്നെ അടിയിൽ √9 പുറത്തെടുത്ത് കഴിഞ്ഞാൽ √5 മൈനസ് √7 എന്നുള്ള വരും. ഈ √5 മൈനസ് √7 കോമൺ ആയതുകൊണ്ട് നമുക്കത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതിന് ശേഷം √16/√9 പറഞ്ഞാൽ 4/3 ആണ്. അതിന് വേണമെങ്കിൽ 1 + 1/3 എന്ന് കൂടി എഴുതാൻ പറ്റും. ഇതൊന്ന് ഇംപ്രോപ്പറാണ്, ഒന്ന് മിക്സഡ് ഫ്രാക്ഷനാണ്. ഇനി അല്ലെങ്കിൽ ഡെസിമലിലും ആൻസർ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ എത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതുവരെ പറഞ്ഞ എല്ലാ വാല്യൂസും ഒരു ബുക്കിൽ എഴുതി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. ഇതിൽ കുറേ തെറ്റുകളൊക്കെ ഉണ്ട്, എനിക്കറിയാം. അപ്പോൾ അതൊക്കെ ശരിയാക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദി വീഡിയോ കണ്ടതിൽ.